പദയാത്രകൾ ഉൾപ്പെടെ 13 മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. വ്യാഴാഴ്ച ചേർന്ന പ്രവർത്തക സമിതി യോഗമായ നവ് സത്യാഗ്രഹ് ബൈഠക്കിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയ്ക്കെതിരായ ആക്രമണങ്ങൾക്കും വിലവർധനയ്ക്കും എതിരെയാണ് ഈ പദയാത്രകൾ സംഘടിപ്പിക്കുക. പ്രധാനമായും 2 പ്രമേയങ്ങളാണ് കോൺഗ്രസ് യോഗത്തിൽ തീരുമാനിച്ചത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലത്തിൽ റാലികൾ നടത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മനാടായ ഗുജറാത്തിൽ ഏപ്രിലിൽ AICC യോഗം ചേരാനാണ് പാർട്ടിയുടെ തീരുമാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പഴയ പ്രവർത്തക സമിതി യോഗങ്ങളുടെ ഓർമ്മ ഉണർത്തി നേതാക്കൾ നിലത്തിരിക്കുകയായിരുന്നു. അതിന് തുനിഞ്ഞ രാഹുൽ ഗാന്ധിയോട് ഖാർഗെ കസേരയിലിരിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആരോഗ്യ പ്രശ്നങ്ങളും പ്രായവും കണക്കിലെടുത്ത് ഖാർഗെയും കസേരയിലിരുത്തി. 1924 അതേ സമ്മേളനം നടന്ന അധികം വലിപ്പമില്ലാത്ത ആ ഹാളിൽ തന്നെയാണ് ഈ യോഗവും നടന്നത്. ഹാളിനോട് ചേർന്നുള്ള കിണറടക്കം അതേപോലെ ഇന്നും പരിപാലിച്ചിരുന്നു. ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രവർത്തക സമിതി അംഗങ്ങൾ ഇരുന്നിരുന്നത്. 1924 സമ്മേളനവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി ഛായാചിത്രം കയ്യിലേന്തി രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും വീർ സൗദ പാർക്കിലാണ് ആദ്യം എത്തിച്ചേർന്നത്. അവിടെ മല്ലികാർജുൻ ഖാർഗെ ത്രിവർണ്ണ പതാക ഉയർത്തി വന്ദേ ഭാരതും ദേശീയ ഗാനവും ആലപിച്ചു. ഗാന്ധിജിയുടെ മഹത്തായ പൈതൃകം പേറുന്നവരും ഗാന്ധിഘാതകരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ ഏറ്റുമുട്ടലാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള തീവ്ര ആശയപ്രചരണ യജ്ഞത്തിന് സമ്മേളനം രൂപം നൽകുകയായിരുന്നു.